കമലേഷ്, മികച്ച ട്രാക്ക് റെക്കോർഡുള്ള, ജീവിതത്തിൽ ഇന്ന് വരെ കൈക്കൂലി വാങ്ങാത്ത, മുന്നിലെത്തുന്ന ഒരാളോടും ഒരു മോശവും പറയാത്ത ഒരു നല്ല ഉദ്യോഗസ്ഥനെ മരണത്തിലേക്ക് തള്ളിവിട്ട ഒരു ക്രിമിനൽ പദ്ധതിയുടെ ആസൂത്രക, ഒരു പൊതുപ്രവർത്തകയ്ക്ക് വേണ്ട മിനിമം മാന്യത പോലുമില്ലാത്ത പ്രവൃത്തിയായി പോയി ദിവ്യയുടേത്. ഏറ്റവും ഗുരുതരമായ കണ്ടെത്തലുകൾ എന്താണ് ഈ റിപ്പോർട്ടിൽ ഉൾപ്പെട്ടിട്ടുള്ളത്? നിമി, ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ റിപ്പോർട്ട് ആദ്യമായിട്ടാണ് റിപ്പോർട്ട് എന്നുള്ള രീതിയിൽ ഫുൾ ഇപ്പോൾ പുറത്തു വരുന്നത്. അതിന്റെ ഭാഗങ്ങൾ നമ്മൾ ഉൾപ്പെടെ നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ്. അതിൽ ഏറ്റവും പ്രധാനമായും പറയാനുള്ളത്, ഇപ്പോഴും നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങളുള്ളപ്പോൾ നമ്മൾ പുറത്തുവിട്ട റിപ്പോർട്ടിൽ ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ എ ഗീത അടിവരയിട്ട് പറയുന്ന സെന്റൻസ് ആണ് നമ്മുടെ സ്റ്റോറി അവസാനിപ്പിച്ചത്. നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതിന് ഒരു തെളിവുമില്ല ഇതുവരെ. അത് ആ റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ മാത്രമല്ല, ഇതുവരെ നമ്മുടെ മുന്നിലൊന്നും തന്നെ ആ മനുഷ്യൻ കൈക്കൂലി വാങ്ങിയതിന്റെ ഒരു തെളിവും കണ്ടെത്തിയിട്ടില്ല. മാത്രമല്ല, ചെങ്ങളായിലെ ആ വിവാദ പെട്രോൾ പമ്പിന്റെ അനുമതി ബോധപൂർവം വൈകിച്ചു എന്നുള്ളതാണല്ലോ പരാതി. ആ പ്രശാന്തനായാലും അത് ദിവ്യയായാലും അത് തെളിയിക്കുന്ന ഒരു വിവരവും ആരും തന്നെ ഈ ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷൻ കൊടുത്തിട്ടില്ല. ഇതുവരെ ഒരു ഏജൻസിക്കും കൊടുത്തിട്ടില്ല. അങ്ങനെ എന്തിനാ നവീൻ ബാബുവിനെ മരണത്തിലേക്ക് തള്ളിവിട്ടു എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം ഇപ്പോഴും അവശേഷിക്കുന്ന സമയത്ത് അതിലേക്ക് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതായത് ഇതൊരു ആസൂത്രിതമായ നീക്കമായിരുന്നു. ദിവ്യ പറഞ്ഞ പോലെ വഴിയെ പോകുമ്പോൾ കലക്ടറേറ്റിൽ യാത്രയപ്പ് ചടങ്ങ് നടക്കുമ്പോൾ അവിടെ കയറി പ്രസംഗിക്കുകയായിരുന്നില്ല. 11 നിശ്ചയിച്ച പരിപാടിയിൽ 11 തന്നെ കലക്ടർ അരുൺ കെ വിജയനുമായി കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് ദിവ്യ. ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നീട് 14ലേക്ക്, 11 പൊതു അവധി സർക്കാർ പ്രഖ്യാപിച്ചതിനാൽ 14ലേക്ക് യാത്രയപ്പ് ചടങ്ങ് മാറ്റിയപ്പോൾ തന്നെ പല രീതിയിൽ ഇങ്ങനെ പറയാൻ വേണ്ടി പി ദിവ്യ ആസൂത്രണം നടത്തിയെന്ന് വ്യക്തമാക്കുന്നതാണ്. ഒരുപാട് മൊഴികളാണുള്ളത്. അതിൽ തന്നെ കലക്ടറുടെ മൊഴി വളരെ പ്രധാനപ്പെട്ടതാണ്. 4 തവണയാണ് ദിവ്യയുടെ സഹായി കലക്ടറുടെ സഹായിയെ തുരുതുര വിളിക്കുന്നത്. അതിനുശേഷം ദിവ്യ കൂടി വിളിക്കുന്നു. രാവിലെ പരിപാടിയിൽ കണ്ടപ്പോൾ ഒരു നിർണായക വിവരമുണ്ടെന്ന് പറയുന്നു. അപ്പോൾ കലക്ടർ ചോദിക്കുന്നുണ്ട്, ഇതിന് ഉപബോധകമായ എന്തെങ്കിലും തെളിവുകളുണ്ടോ? അപ്പോഴും ദിവ്യയുടെ പക്കൽ തെളിവുകളില്ല. ഇല്ലാത്ത തെളിവുകളുടെ പുറത്ത് ഒരു ആരോപണം ഉന്നയിക്കുന്നു. ഒരു സത്യസന്ധനായ, ഒരു ട്രാക്ക് റെക്കോർഡുള്ള, നല്ല ട്രാക്ക് റെക്കോർഡുള്ള ഒരു ഉദ്യോഗസ്ഥനെ പരസ്യമായി അധിക്ഷേപിക്കുന്നു. അതിന് പിന്നാലെ അദ്ദേഹം മരണത്തിലേക്ക് പോകുന്നു. ആ രീതിയിലേക്ക് കാര്യങ്ങൾ അടിവരയിടുന്നു. പറയുന്നതാണ് ഈ റിപ്പോർട്ട്. കമലേഷ് പറഞ്ഞതിൽ ഏറ്റവും പ്രസക്തം, ഈ സമൂഹത്തിൽ പോലും ഒരു പുകമറ സൃഷ്ടിക്കാൻ ഇവരെ പോലെയുള്ള ദിവ്യക്കൊപ്പം നിൽക്കുന്ന ആളുകളുടെ ഒരു ആസൂത്രണം ഉണ്ടായിരുന്നു. നവീൻ ബാബുവിന്റെ ഇതുവരെയുള്ള ട്രാക്ക് റെക്കോർഡ് പരിശോധിക്കുന്ന ആർക്കും അറിയാം അദ്ദേഹം കറകളഞ്ഞ ഒരു ഉദ്യോഗസ്ഥനാണ് എന്നുള്ളത്. ഈ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം കൂടി പുറത്തു വരുമ്പോഴാണ് എത്രത്തോളം മാനസിക വേദന അനുഭവിച്ചാണ് അദ്ദേഹം ആ ജീവൻ